Good morning students. Higher secondary computer application രണ്ടാമത്തെ ചാപ്റ്റർ arrays അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞതാണ്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ the different operations in the array ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഒന്നാമത്തെ ഓപ്പറേഷൻ നമ്മൾ ട്രാവേഴ്സൽ എന്നുള്ള ഓപ്പറേഷനിലേക്ക് നമുക്ക് കടക്കാം. അറേ ട്രാവേഴ്സൽ എന്താണ് അറേ ട്രാവേഴ്സൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ട്രാവേഴ്സൽ മീൻസ് എനി ഓപ്പറേഷൻ. ഇറ്റ് ഈസ് നോട്ട് എ പെർട്ടിക്കുലർ ഓപ്പറേഷൻ. അതൊരു പ്രത്യേക ഓപ്പറേഷൻ അല്ല. പക്ഷേ ഏതൊരു ഓപ്പറേഷനും ട്രാവേഴ്സൽ ഓപ്പറേഷൻ ആകും എപ്പോൾ? ഇഫ് ദാറ്റ് ഓപ്പറേഷൻ വെൻ യു ആർ എക്സിക്യൂട്ടിംഗ് ദാറ്റ് ഓപ്പറേഷൻ ഇറ്റ് വിസിറ്റ്സ് ഈച്ച് എലിമെൻറ്റ് ഇൻ ആൻ അറേ. അറേക്കകത്തുള്ള ഓരോ എലിമെൻറ്റിനെയും ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഓപ്പറേഷൻസിനെ ട്രാവേഴ്സൽ ഓപ്പറേഷൻ എന്ന് പറയാം. അതായത് 10 എലിമെൻറ്റ്സ് ഉള്ള ഒരു അറേ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സ് ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ അറേക്കകത്തുള്ള 10 എലിമെൻറ്റ്സിനെയും ആക്സസ് ചെയ്തിരിക്കണം എങ്കിൽ ആ ഓപ്പറേഷൻ ഒരു ട്രാവേഴ്സൽ ഓപ്പറേഷനാണ്. ഡെഫിനേഷൻ നിങ്ങൾ നോക്കുക. വിസിറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് each element in an array is called traversal. ഓക്കെ, ഇനി നമ്മൾ സാധാരണ എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം? പ്രോസസ് മേ ബി സമ്മേഷൻ. സമ്മേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് 10 എലിമെൻറ്റ്സ് ഉള്ള ഒരു അറേയിലെ എല്ലാ എലിമെൻറ്റ്സിനെയും ആഡ് ചെയ്ത് സം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രാവേഴ്സൽ ഓപ്പറേഷനാണ്. കാരണം അതിലെ 10 എലിമെൻറ്റ്സിനെയും ആക്സസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സമ്മേഷൻ നടത്തുന്നത്. സോ ഇറ്റ് ഈസ് എ ട്രാവേഴ്സൽ ഓപ്പറേഷൻ. ഓക്കെ, സോ ഡിസ്പ്ലേയിങ് എക്സെട്ര. ഇപ്പോൾ ഈ ഒരു അറേ നോക്കുക. ഈ ഒരു അറേയിൽ ഉള്ള 5 എലിമെൻറ്റ്സിനെയും ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതൊരു ട്രാവേഴ്സൽ ഓപ്പറേഷനാണ്. ജസ്റ്റ് വി ആർ ഡിസ്പ്ലേയിങ് ഓൾ ദ എലിമെൻറ്റ്സ് ഓഫ് ദ അറേ. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ ട്രാവേഴ്സൽ ഓപ്പറേഷൻ. ഓക്കെ, ഇനി അത്തരത്തിലുള്ളൊരു എക്സാമ്പിൾ നമുക്കിവിടെ കാണാം. ഈ ഒരു പ്രോഗ്രാം നമുക്ക് നോക്കാം. സം ആൻഡ് ആവറേജ് ഓഫ് n എലിമെൻറ്റ്സ് ഇൻ എൻ അറേ. ഒരു അറേക്കകത്തുള്ള n എലിമെൻറ്റ്സിൻ്റെ സം ആൻഡ് ആവറേജ് കാണുക. ഈ ഒരു പ്രോഗ്രാം ട്രാവേഴ്സൽ ഓപ്പറേഷൻ എക്സാമ്പിളാണ്. എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. സോ ഈ പ്രോഗ്രാം ഒന്ന് നോക്കുക. ഹാഷ് ഇൻക്ലൂഡ് IO stream. ദാറ്റ് മീൻസ് വി ആർ ഇൻക്ലൂഡിംഗ് ദ ഹെഡർ ഫയൽ IO stream. ദെൻ യൂസിങ് നെയിം സ്പേസ് std. വി ആർ യൂസിങ് ദ നെയിം സ്പേസ് std എന്നുള്ള നെയിം സ്പേസ് നമ്മൾ ഈ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇൻറ്റ് മെയിൻ. ദെൻ വി ആർ ഡിക്ലെയറിംഗ് സം വേരിയബിൾസ്. ഏതൊക്കെയാണ് വേരിയബിൾസ് നോക്കുക? A100, n, I, sum equal to 0, average avg. ഇതിനകത്തെ അറേ ഏതാണ്? A100 എന്നുള്ളതാണ് അറേ. ഈ അറേക്കകത്ത് മാക്സിമം 100 എലിമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. എല്ലാം ഏത് ഡാറ്റ ടൈപ്പിലുള്ളതായിരിക്കണം? ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിലുള്ളതായിരിക്കണം. ഓക്കെ, ഇനി കൂടാതെ നമ്മൾ കുറച്ച് വേരിയബിൾസ് കൂടി ഇവിടെ ഈ പ്രോഗ്രാമിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. n, I, സം, ആവറേജ്. സം എന്നുള്ളതിൽ ഇനീഷ്യൽ വാല്യൂ ആയിട്ട് 0 കൂടി സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി സി ഔട്ട് എൻറ്റർ നമ്പർ ഓഫ് എലിമെൻറ്റ്സ്. ഔട്ട്പുട്ട് സ്ക്രീനിൽ നമ്മൾ ആദ്യം കാണുക എന്തായിരിക്കും? റൺ ചെയ്യുന്ന സമയത്ത് എൻറ്റർ നമ്പർ ഓഫ് എലിമെൻറ്റ്സ്. അതായത് ഈ അറേക്കകത്ത് നമ്മൾ എത്ര എലിമെൻറ്റ്സ് ഇൻപുട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ 100 എലിമെൻറ്റ്സ് വേണം നിർബന്ധമൊന്നുമില്ല. അത് മാക്സിമം നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ആണ്. ഒരുപക്ഷെ നമ്മൾ അതിൽ 5 എലിമെൻറ്റ്സ് മാത്രമേ ഉണ്ടാവും. ഒരുപക്ഷെ നമ്മളതിൽ 50 എലിമെൻറ്റ്സ് ഇൻപുട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എത്രയാണ് വേണ്ടത് എന്ന് ആദ്യം നിങ്ങൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. 5 എലിമെൻറ്റ്സ് ആണെങ്കിൽ ഞാൻ അവിടെ 5 എന്ന് ടൈപ്പ് ചെയ്യും. 5 എന്ന് കീബോർഡിലൂടെ ഞാൻ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 5 എന്നുള്ള വാല്യൂ ഈ n എന്നുള്ള വേരിയബിളിലോട്ട് അസൈൻ ചെയ്യപ്പെടും. ഓക്കെ, ഇനി അതായത് 5 എലിമെൻറ്റ്സ് ആയിരിക്കും എൻ്റെ അറേക്കകത്ത് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. ഇനി എൻറ്റർ n എലിമെൻറ്റ്സ്, എൻറ്റർ 5 എലിമെൻറ്റ്സ് എന്ന ഔട്ട്പുട്ട് സ്ക്രീനിൽ വീണ്ടും കാണാം. അതായത് 5 എലിമെൻറ്റ്സ് ഞാൻ ഇനി ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. ആ 5 എലിമെൻറ്റ്സ് ഏതൊക്കെ വേരിയബിളിലോട്ടേക്കാണ് അസൈൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഒരു ഫോർ ലൂപ്പിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഫോർ I equal to 0, I less than n. What is the value of n? It is 5. So I equal to 0, then I less than n means 0 less than 5.
മീൻസ് ഇറ്റ് ഈസ് ട്രൂ. ഈ കണ്ടീഷൻ ട്രൂ ആണ്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ തീർച്ചയായും ഫോർ ലൂപ്പിനകത്തോട്ട് നമ്മൾ പ്രവേശിക്കണം. ഫോർ ലൂപ്പിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? സി ഇൻ എ ഐ മീൻസ് എ 0 എന്ന് വെച്ചാൽ ഞാൻ ഇൻപുട്ട് ചെയ്യുന്ന അറേയിലെ ആദ്യത്തെ വാല്യൂ എ 0 അസൈൻ ചെയ്യപ്പെടും. അതിനുശേഷം ഐ ബിക്കംസ് ഐ പ്ലസ് പ്ലസ്, ഐ ബിക്കംസ് 1. ഓക്കെ, ദെൻ 1 ലെസ് ദാൻ 5 കണ്ടീഷൻ ഈസ് അഗെയിൻ ട്രൂ. എൻ്റർ ഇൻ ടു ദ ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിനകത്തോട്ട് പ്രവേശിക്കുക. റൈറ്റ്, സി ഇൻ എ ഐ. നൗ A1, അതായത് A1 ഞാൻ രണ്ടാമത് ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ അസൈൻ ചെയ്യപ്പെടും. അങ്ങനെ A2, A3, A4 വരെ എത്തും. A5 ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഐ ബിക്കംസ് 5. 5 ലെസ് ദാൻ 5 ഇറ്റ് ഈസ് ഫോൾസ്. അത് ഫോൾസ് ആയതുകൊണ്ട് തന്നെ ഈ ഫോർ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്ത് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകും. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും വരുന്ന ഒരു ഫോർ ലൂപ്പാണ്. നോക്കുക അവിടെ, ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ n, ഐ പ്ലസ് പ്ലസ്. ഓക്കെ, ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ n, ഐ പ്ലസ് പ്ലസ്. സോ 0 ലെസ് ദാൻ 5 കണ്ടീഷൻ ഈസ് ട്രൂ. ഇതിനകത്തോട്ട് വരിക. അകത്ത് എന്താണ് പറയുന്നത്? സം ഈക്വൽ ടു സം പ്ലസ് എ ഐ. ഇപ്പോഴും സമ്മിലെ വാല്യൂ എത്രയാണ്? നോക്കുക അവിടെ, സമ്മിലെ വാല്യൂ 0 ആണ്. സോ സം എന്നുള്ള വേരിയബിളിലോട്ട് പുതിയൊരു വാല്യൂ വരും. ഏതാണ് വാല്യൂ? ഈ റൈറ്റ് സൈഡിലുള്ള ഈ എക്സ്പ്രഷൻ്റെ റിസൾട്ട്. ഈ റിസൾട്ട് എന്താണ്? സം പ്ലസ് എ ഐ. സം എന്നുള്ള വാല്യൂ 0 ആണ്. A0 എന്നുള്ളത് നിങ്ങൾ ഇൻപുട്ട് ചെയ്ത അറയിലെ ആദ്യത്തെ എലിമെൻറ്റ്. ആ എലിമെൻറ്റും 0യുമായി ആഡ് ചെയ്യുന്നു. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5 എലിമെൻറ്റ്സ് ഇൻപുട്ട് ചെയ്യുന്നതിൽ ആദ്യത്തെ എലിമെൻറ്റ് ഞാൻ ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് 2 എന്നാണ്. ഇവിടെ കാണാം നിങ്ങൾക്ക് 2. സോ സം ഈക്വൽ ടു 0 പ്ലസ് 2. സമ്മിലോട്ട് 0 പ്ലസ് 2 ആയ 2 എന്ന് വരുന്നു. ഇനി ഐ ബിക്കംസ് ഐ പ്ലസ് പ്ലസ്, ഐ ബിക്കംസ് 1. 1 ലെസ് ദാൻ 5 ട്രൂ ആണ്. അഗെയിൻ എൻ്റർ ഇൻ ടു ദ ഫോർ ലൂപ്പ്. സം ഈക്വൽ ടു സം പ്ലസ് എ ഐ. സം ഈക്വൽ ടു സമ്മിലോട്ട് പുതിയൊരു വാല്യൂ വരും. ഏതാണ് ആ വാല്യൂ? ഇപ്പോഴും സമ്മിലുള്ള വാല്യൂ ആയ 2ൻ്റെ കൂടെ A1 ആഡ് ചെയ്യണം. A1 ഞാൻ എൻ്റർ ചെയ്തിരിക്കുന്നത് 5 എന്നാണ്. സോ 2 പ്ലസ് 5 സമ്മിലോട്ട് പുതിയ വാല്യൂ ആയിട്ട് 2 പ്ലസ് 5 ആയ 7 എന്നുള്ള റിസൾട്ട് അസൈൻ ചെയ്യപ്പെടും. ഓക്കെ, നൗ ഐ ബിക്കംസ് ഐ പ്ലസ് പ്ലസ്, ഐ ബിക്കംസ് 2. 0 കഴിഞ്ഞു, 1 കഴിഞ്ഞു, ഇപ്പോൾ ഐയുടെ വാല്യൂ 2 ആയി. സോ 2 ലെസ് ദാൻ 5 ട്രൂ ആണ്. സം ഈക്വൽ ടു സം പ്ലസ് A2. A2 എന്നുള്ളത് 6 എന്നാണ് ഞാൻ ഇൻപുട്ട് ചെയ്തിരിക്കുന്നത്. സമ്മിലെ വാല്യൂ 7 എന്നാണ്. സോ 7 പ്ലസ് 6 എത്രയാണ്? 13. 13 എന്നുള്ള പുതിയ വാല്യൂ സമ്മിലോട്ട് അസൈൻ ചെയ്യപ്പെടുന്നു. ഐ ബിക്കംസ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ അറയിലെ 4th എലിമെൻറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം ഇൻഡെക്സ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അറയിലെ 4th എലിമെൻ്റ് ആണ്. സോ 3 ലെസ് ദാൻ 5 ട്രൂ ആണ്. സം ഈക്വൽ ടു സം പ്ലസ് A3. ഇപ്പോൾ സമ്മിലെ വാല്യൂ 13 എന്നാണ്. 13ൻ്റെ കൂടെ A3യുടെ വാല്യൂ ഞാൻ ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ താഴെ നോക്കുക. A3യിൽ ഞാൻ ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് 3 എന്ന നമ്പറാണ്. സോ 13 പ്ലസ് 3 16. സമ്മിലോട്ട് 16 എന്നുള്ള വാല്യൂ വന്നു കഴിഞ്ഞു. ഇനി ഐ ബിക്കംസ് ഐ പ്ലസ് പ്ലസ്, ഐ ബിക്കംസ് 4. 3 ഉണ്ടായിരുന്നു, ഐ നൗ ബിക്കംസ് 4. Now 4 less than 5. Then also it is true, the condition is true. Enter into the for loop. Sum equal to sum plus A4. ഇപ്പോഴും സമ്മിലെ വാല്യൂ എത്രയാണ്? ഓർമ്മയുണ്ടോ? ഇപ്പോഴും സമ്മിലെ വാല്യൂ 16 എന്നാണ്. 16ൻ്റെ കൂടെ A4 എന്നുള്ള വാല്യൂ ഏതാണ്? ഞാൻ ഇൻപുട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റർ ചെയ്തിരിക്കുന്ന റിസൾട്ടിൽ A4 എന്ന് വെച്ചാൽ 5 എന്നുള്ള നമ്പറാണ്. ഇവിടെ നോക്കുക, A4 5 ആണ്. So 16 plus 5, that is 21. So sum equal to 21. ഇപ്പോൾ സമ്മിലെ വാല്യൂ 21 എന്നായി. I becomes now 4 ആയിരുന്നു ഉണ്ടായിരുന്നത്. Now I becomes I plus plus. That means the value of I is now 5. 5 less than 5.
Now the condition becomes false. Okay, so exit from the loop. ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് സം എന്നുള്ള വേരിയബിളിനകത്ത് ഇപ്പോഴുള്ള വാല്യൂ എത്രയാണ്? 21 എന്നാണ്. സോ സം എന്നുള്ള വേരിയബിളിനകത്ത് ഇപ്പോൾ 21 എന്നുണ്ട്. ആവറേജ് ഈക്വൽ ടു സം ബൈ എൻ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സം? 21. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എൻ? 5. സോ 21 ബൈ 5. സോ 21 ബൈ 5 എത്രയാണ്? 4.2 എന്നാണ്. ആവറേജ് എന്നുള്ളത് ഇൻറ്റിജർ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് 4.2 എന്നുള്ള ആൻസർ കിട്ടില്ല. നമുക്ക് ആൻസർ വേണമെന്നുണ്ടെങ്കിൽ 4.2 എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ സം എന്നുള്ളതിന് മുന്നേ ആയിട്ട് ഫ്ലോട്ട് എന്ന് എഴുതി കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സം ബൈ എൻ എന്നുള്ള വാല്യൂ ഫ്ലോട്ടിൽ നമുക്ക് അവൈലബിൾ ആക്കി തരണം. അപ്പോൾ സം ബൈ എൻ, അതായത് 21 ബൈ 5 എന്നുള്ളത് 4 എന്നുള്ളതിന് പകരം 4.2 എന്ന് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആവറേജ് ഈക്വൽ ടു ഫ്ലോട്ട് ഓഫ് സം ബൈ എൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4.2 എന്ന് കിട്ടും. അവസാനം അത് സമ്മും ആവറേജും ഡിസ്പ്ലേ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ കാണുന്നത്. സി ഔട്ട് സം ഈക്വൽ ടു, നോക്കുക റിസൾട്ട്, സം ഈക്വൽ ടു 21/n. നെക്സ്റ്റ് ലൈനിൽ ആവറേജ് ഈക്വൽ ടു ABC, ആവറേജ് ഈക്വൽ ടു 4.2 എന്നുള്ള റിസൾട്ട്. ഓക്കെ, റിട്ടേൺ 0. So it is an example for a traversal operation, right? ഒരു എക്സാമ്പിൾ കൂടി ഇവിടെ നോക്കുക. ഡിസ്പ്ലേ ഇൻ ദ റിവേഴ്സ് ഓർഡർ. 5 സ്റ്റുഡൻസിൻ്റെ മാർക്ക് എൻ്റർ ചെയ്തിട്ട് അത് റിവേഴ്സ് ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്യുന്ന മറ്റൊരു ട്രാവേഴ്സൽ ഓപ്പറേഷൻ. 5 വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ സ്കോർ 5 എന്നുള്ള അറേ ഉപയോഗിച്ചു. എൻ്റർ 5 സ്കോഴ്സ്, ദെൻ i ഈക്വൽ ടു 0, i ലെസ് ദാൻ 5, i++, അതുപോലെ c ഇൻ സ്കോർ i. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ച് 5 സ്കോർ റീഡ് ചെയ്യുന്നു. ആദ്യത്തെ നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ സ്കോർ 0-ലോട്ടും അവസാനം, അതായത് 5-മതായി നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്ന സ്കോർ 4 എന്നുള്ള വേരിയബിളിലോട്ടും എന്നുള്ള അറേയിലെ എലിമെൻറ്റിലോട്ടും അസൈൻ ചെയ്യപ്പെടും. ഇതിനെ റിവേഴ്സ് ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ഫോർ ലൂപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. റിവേഴ്സ് ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്യാൻ ആദ്യം സബ്സ്ക്രിപ്റ്റ് 4 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 4, 3, 2, 1, 0. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോർ ലൂപ്പ് കൊടുത്തിരിക്കുന്നത് നോക്കുക. ഫോർ i ഈക്വൽ ടു 0, i ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഏത് വരെ വരണം? 0 വരെ. ഐയുടെ വാല്യൂ 4 മുതൽ 0 വരെ വരണം, 0 ഉൾപ്പെടെ. എന്നിട്ട് ഓരോന്ന് കുറഞ്ഞ് വരണം. i മൈനസ്. So first, in the first iteration the value of I will be 4. In the next iteration the value of I will be 3, then 2, then 1, then 0. 0 ആകുമ്പോഴും ഇത് എക്സിക്യൂട്ട് ചെയ്യും, ബിക്കോസ് I greater than or equal to 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും അടുത്ത ഐറ്ററേഷനിൽ ഐയുടെ വാല്യൂ -1 എന്നാവും. -1 എന്നാകുമ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആവും. ഈ ഫോർ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്യും. അതിനിടയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഓരോ ഐറ്ററേഷനിലും ഈ സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? സ്കോർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു 4 ഈസ് നിങ്ങൾ ഇൻപുട്ട് ചെയ്ത അവസാനത്തെ വാല്യൂ. ഇവിടെ നോക്കുക, ഞാൻ ഇൻപുട്ട് ചെയ്ത അവസാനത്തെ വാല്യൂ 21 ആയിരുന്നു, അത് ആദ്യം ഡിസ്പ്ലേ ചെയ്തു. അടുത്തതിൽ സ്കോർ 3 ഈസ് എന്നാണ് വരിക അടുത്ത ഐറ്ററേഷനിൽ. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സ്കോർ 3 ഈസ് 45, സ്കോർ 2 ഈസ് 65, സ്കോർ 1 ഈസ് 54, സ്കോർ 0 ഈസ് 23. ഇത്രയും ഡിസ്പ്ലേ ചെയ്യും ഈ പ്രോഗ്രാമിൽ. സോ ട്രാവേഴ്സൽ ഓപ്പറേഷനിൽ നിങ്ങൾ 2-3 പ്രോഗ്രാമുകൾ ഇപ്പോൾ കണ്ടു. ഈ പ്രോഗ്രാമുകൾ നിങ്ങളൊന്ന് വളരെ മനസ്സിരുത്തി ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ട്രാവേഴ്സൽ ഓപ്പറേഷനിൽ അറേയിലെ എല്ലാ എലിമെൻസിനെയും ആക്സസ് ചെയ്തിരിക്കണം. അത്തരത്തിലുള്ള ഓപ്പറേഷൻസിനെയെല്ലാം ട്രാവേഴ്സൽ ഓപ്പറേഷൻ എന്ന് പറയാം. അത് വളരെ സിമ്പിളായിട്ടുള്ള അറേ ഓപ്പറേഷൻസ് മുതൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അറേ ഓപ്പറേഷൻസ് വരെ പല ഓപ്പറേഷൻസും ട്രാവേഴ്സൽ ഓപ്പറേഷനാണ്. സോ ഈ ഒരു വീഡിയോയിൽ അറേയിലെ ട്രാവേഴ്സൽ ഓപ്പറേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.